ഇത് കോറൽ ഐലൻഡ് വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. റൂമിൽ പോയി റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം നൈറ്റ് നമ്മൾ പട്ടായ സിറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഇത് അവിടുത്തെ സ്ട്രീറ്റിലെ കാഴ്ചകളാണ് കേട്ടോ. മസാജ് പാർലറിന്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് കേട്ടോ ഇത്. ഇവിടെ എപ്പം നമ്മൾ ഇവിടെ പോയാലും ഇവരിവിടെ കാണും. ഇവരുടെ കുളിയും ദേവാലയം വെച്ച് ബാക്കിയെല്ലാം ഇവിടെ തന്നെയാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ യൂണിഫോം ഒക്കെയാണ് ഇവർക്ക്. പിന്നെ അങ്ങനെ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഫോട്ടോ എടുത്ത പട്ടായ സിറ്റി എന്നുള്ള ബോർഡൊക്കെയാണ് കേട്ടോ കാണുന്നത് ബീച്ചിൽ നിന്ന് നോക്കുമ്പോൾ. അങ്ങനെ അവിടെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വാക്കി സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. വാക്കി സ്ട്രീറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. DJ രൂപത്തിലുള്ള മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് ഒരു ജിഗിജിഗ ഫീലാണ് കേട്ടോ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ. ഇതിന്റെ ഇരുവശങ്ങളിലും പബ്ബുകളും മസാജിങ് പാർലറൊക്കെ തന്നെയാണ്. ഇങ്ങനെ പോസ്റ്ററൊക്കെ പിടിച്ച് ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ വിളിക്കും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോകാം, അല്ല സ്ട്രേറ്റ് അങ്ങ് നടന്നു പോകാം കേട്ടോ. ഇവിടെ വരുന്നതിന് മുന്നേ ഒരു പൃഥ്വിരാജ് പറഞ്ഞ പട്ടയെക്കുറിച്ച് എനിക്ക് അറിവുള്ളായിരുന്നു കേട്ടോ. നമ്മുടെ പച്ച മലയാളത്തിൽ പറയുകയാണ് മദ്യവും മദ്രാശയും ഇവിടെ കിട്ടും. പിന്നെ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഇരുട്ട് വീഴുമ്പോൾ തന്നെ തെരുവുണരും, ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് തെരുവ് അങ്ങ് ഉണരും കേട്ടോ. പിന്നെ പുലർച്ചെ ഒരു ആഘോഷങ്ങളുടെ പൂരമാണ്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ള സകല സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. റെസ്റ്റോറൻറ്റുകൾ, ഡാൻസ് ബാറുകൾ, മിനി ബാറുകൾ, മസാജ് സെന്ററുകൾ, സെക്സ് പാർലർ, ഇതൊക്കെ മറ്റൊരു ലോകമാണ് കേട്ടോ വാക്കി സ്ട്രീറ്റ്. ഇവിടെ നൈറ്റ് ലൈഫ് ആണ്. ഇവിടെ മാത്രമല്ല പട്ടായ സിറ്റി ഫുള്ളും നൈറ്റ് ലൈഫ് ആണ്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ മാത്രമല്ല, ഒരു ഫാന്റസി ലോകം കൂടിയാണ് കേട്ടോ. ഇതവിടെ മാജിക് നടക്കുന്നതാണ്. അങ്ങനെ നമ്മളെ എന്റർടൈൻ ചെയ്യാനുള്ള സകല പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറേ ദൂരം നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ലാസ്റ്റ് എൻഡിൽ ചെന്നു. അവിടെ ചെന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അവിടെ ഫ്രൂട്ട്സും അങ്ങനെ കുറേ കടകളും റെസ്റ്റോറൻറ്റുകളെല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് മുതലേനെ ഇങ്ങനെ വേവിച്ച് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങി കഴിക്കുന്നതാണ്. ഞാനല്ല വേറൊരു ചേച്ചിയാണ് കേട്ടോ. ഞാൻ ചുമ്മാ വീഡിയോ എടുത്തതേ ഉള്ളൂ. അത് കണ്ടോ നമ്മുടെ ബീഫൊക്കെ കട്ട് ചെയ്യുന്ന പോലെ മുതലിറച്ചി കട്ട് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെട്ടവും വെളിച്ചമൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരികെ പോന്നു. അവിടുന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങൾ നേരെ തിരികെ വന്ന് മക്ഡൊണാൾഡ്സിൽ കയറി ബ്രോസ്റ്റഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ബ്ലോഗായിട്ട് എൻ്റെ ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.